ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സൽക്കാരങ്ങളിലെ താരമായ ജിലേബിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് അവിടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കാനായിട്ടുള്ള ഓയിലും ചൂടാക്കി വെക്കുന്നുണ്ട്. ഇതിൻ്റെ മാവ് തയ്യാറാക്കുന്നത് നമ്മൾ ദോശമാവിലാണ്. നമുക്ക് ബാക്കി വന്ന ദോശമാവിലാണ് ഇതിൻ്റെ മാവ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ദോശമാവിൽ കുറച്ച് മൈദയും പിന്നെ നമ്മൾ പെർമിറ്റഡ് ഫുഡ് കളർ ഏതാണെന്ന് വെച്ചാൽ ഏത് കളറാണെന്ന് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മഞ്ഞ യൂസ് ചെയ്യാം, റെഡ് യൂസ് ചെയ്യാം, ഏതൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ മാവായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ദോശമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ലേ. ഇനി നമ്മളിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ ഇങ്ങനൊരു ബാഗിലേക്ക് ആക്കിയാലും മതി. ഇങ്ങനൊരു കവറുണ്ടല്ലോ, നമുക്ക് സാധാരണ കടയിൽ നിന്നൊക്കെ കിട്ടുന്നൊരു കവറിൽ ഈ മാവൊന്ന് ഫില്ല് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇത് എണ്ണയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ജിലേബിയുടെ വയ്ക്കുന്ന പോലെ ഷേപ്പാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ജിലേബി എന്ന് പറയുന്നത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. ചൂടാറിയാൽ ഇതിൻ്റെ ടേസ്റ്റ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റ് കുറവായിരിക്കും. അപ്പം ചൂടോടുക്കനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ അത് നമ്മുടെ ഷുഗർ സിറപ്പിലിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊരു 30 സെക്കൻഡോളം അത് ഷുഗർ സിറപ്പിലൊന്ന് കടന്നോട്ടെ. വീണ്ടും നമുക്ക് ഓരോന്നിങ്ങനായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ജിലേബിയുടെ സെയിം ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അങ്ങനെ ഓരോ ജിലേബി നമുക്ക് ഷേപ്പാക്കിയെടുക്കുക. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടൊന്ന് ഇതാക്കിയാലും മതി കേട്ടോ. ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. നല്ല ക്രിസ്പിയാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ജിലേബി പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും. അപ്പോൾ ഒന്നൊന്നിങ്ങോട്ട് കളറ് മാറുമ്പോൾ തന്നെ ഒന്നങ്ങോട്ട് എടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ എല്ലാ ജിലേബിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ്. നമ്മുടെ ഈ ജിലേബീസൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ക്രിസ്പിയാണ്. നമ്മൾ ചൂട് കൊടുക്കുന്ന കഴിക്കാനായിട്ട് ഒരുപാട് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ഈ റെസിപ്പി ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.